ജിമ്മിലെ മരണങ്ങളും സ്ഥിരമായി വ്യായാമം ചെയ്യുന്ന കായിക താരങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ അസ്വാഭാവിക മരണങ്ങളും നിരന്തരം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണല്ലോ. ശരീരം അനങ്ങാത്ത ഒരു ആക്ടിവിറ്റിയിലും ഏർപ്പെടാത്ത മടിയന്മാരായ ആളുകൾ ആകർഷിക്കുന്ന വിഷയമാണത്. ആളുകൾക്ക് ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം മനസ്സിലാവാത്തതിനാൽ അറിവില്ലായ്മ കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് വേണം കരുതാൻ. ആദ്യം നമുക്ക് ഇത് രണ്ടിൻ്റെയും നിർവചനം എന്താണെന്ന് നോക്കാം. അക്കോർഡിംഗ് ടു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ആൻഡ് നോട്ട് നിയർലി ദി ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഇൻഫോമിറ്റി. ലോകാരോഗ്യ സംഘടനയുടെ അഭിപ്രായത്തിൽ ആരോഗ്യം എന്നത് കേവലം രോഗത്തിൻ്റെയോ വൈകല്യത്തിൻ്റെയോ അഭാവം മാത്രമല്ല, മറിച്ച് പൂർണ്ണമായ ശാരീരികവും മാനസികവും സാമൂഹികവുമായ ക്ഷേമാവസ്ഥയാണത്. ഈ ഫിറ്റ്നസ് അഥവാ കായികക്ഷമത എന്താണെന്ന് പരിശോധിക്കാം. ഫിസിക്കൽ ഫിറ്റ്നസ് ഈസ് ഡിഫൈൻഡ് ആസ് എ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് പീപ്പിൾ ഹാവ് ഓർ അച്ചീവ് ഇൻവോൾവിംഗ് ദർ എബിലിറ്റി ടു പെർഫോം ഫിസിക്കൽ ആക്ടിവിറ്റി. ശാരീരികക്ഷമത എന്നത് ആളുകൾക്ക് ദൈനംദിന ശാരീരിക പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി ബുദ്ധിമുട്ടില്ലാതെ നിർവഹിക്കാനുള്ള ശേഷി, അല്ലെങ്കിൽ അത് പ്രയാസം കൂടാതെ ചെയ്യാനുള്ള ശരീരത്തിൻ്റെ പേശി ദൃഢതയും സ്ട്രെങ്ത്, സഹിഷ്ണുതയും എൻഡ്യൂറൻസ്, മെയ്വഴക്കവും ഫ്ലെക്സിബിലിറ്റി, ഹൃദയത്തിൻ്റെ ക്ഷമതയും കാർഡിയോ ഫിറ്റ്നസ് എന്നിവ ഉൾപ്പെട്ടതാണത്. കായികക്ഷമത അഥവാ ഫിറ്റ്നസ്സിന് വേണ്ടിയാണ് നാം ഫിറ്റ്നസ് ക്ലബ് അഥവാ ജിമ്മുകളിൽ പോകുന്നത്. കായികക്ഷമതയുടെ ഘടകങ്ങളും അവ കണക്കാക്കുന്ന രീതിയും എങ്ങനെയെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതിലൊന്നാമത് ഹൃദയത്തിൻ്റെ ക്ഷമത അഥവാ കാർഡിയോ ഫിറ്റ്നസ് ആണ്. ഹൃദയത്തിൻ്റെയും ശ്വസനത്തിൻ്റെയും അതുമായി ബന്ധപ്പെട്ട രക്തക്കുഴലുകൾ, ശ്വാസകോശം എന്നിവയുടെയും പ്രവർത്തനങ്ങളുടെ ക്ഷമതയാണത്. പ്രധാനമായും നമ്മൾ കാർഡിയോ റെസ്പിറേറ്ററി ഫിറ്റ്നസ് കണക്കാക്കുന്നത് ഓക്സിജൻ കപ്പാസിറ്റിയുടെ VO2 മാക്സ് അടിസ്ഥാനത്തിലാണ്. കഠിനമായ വ്യായാമ സമയത്ത് ശരീരത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന ഓക്സിജൻ്റെ പരമാവധി അളവിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. രണ്ടാമതായി പേശികളുടെ ബലം, അതായത് മസ്കുലർ സ്ട്രെങ്ത് ആണ്. കഴിവിൻ്റെ പരമാവധി വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാനുള്ള ശേഷിയാണ് ബലം, ശക്തി എന്നൊക്കെ പറയുന്നത്. ഉദാഹരണത്തിന് ബെഞ്ച് പ്രസ് ചെയ്യുമ്പോൾ പരമാവധി ഉയർത്താൻ കഴിയുന്ന ഭാരം, അല്ലെങ്കിൽ ഒരു വ്യായാമം ചെയ്യുമ്പോൾ കൃത്യമായ രീതിയിൽ ഒരാൾക്ക് ഒരൊറ്റ തവണ ഉയർത്താൻ കഴിയുന്ന പരമാവധി ഭാരത്തെ 1 റെപ്പ് മാക്സ്, അത് 1 RM എന്ന് പറയുന്നു. ഇത് ഒരാളുടെ പേശീബലം, മസ്കുലർ സ്ട്രെങ്ത് അളക്കാൻ ഉപയോഗിക്കുന്നു. പേശികളുടെ സഹിഷ്ണുത അഥവാ മസ്കുലർ എൻഡ്യൂറൻസ് എന്നത് ഒരു വ്യായാമം കൂടുതൽ തവണ ചെയ്യാനുള്ള പേശികളുടെ ശേഷിയാണ്. അതിനാണ് സ്റ്റാമിന എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. പുഷപ്പ് ചെയ്യാനുള്ള ശേഷി ഇതിന് ഉദാഹരണമായി പറയാം. മൂന്നാമതായി ഫ്ലെക്സിബിലിറ്റിയാണ് വരുന്നത്. സിറ്റ് ആൻഡ് റീച്ച് ടെസ്റ്റ് എന്ന് വിളിക്കുന്നു. നട്ടലിൻ്റെ താഴ്ഭാഗം, തുടയിലെ പേശികൾ അതായത് ഹാംസ്ട്രിങ്സ് എന്നിവയുടെ വഴക്കവും അഥവാ ഫ്ലെക്സിബിലിറ്റി പരിശോധിക്കുന്നതിനുള്ള ടെസ്റ്റാണിത്. നാലാമതായി ശരീരഘടന അഥവാ ബോഡി കോമ്പോസിഷനാണ്. ബോഡി മാസ് ഇൻഡെക്സ് BMI, വേസ്റ്റ് ഹിപ്പ് റേഷ്യോ അതായത് WHR, ഫാറ്റ് പെർസെൻറ്റേജ് തുടങ്ങിയവയാണ് ബോഡി കോമ്പോസിഷനിൽ ഉൾപ്പെടുന്നത്. ഈ ശരീരഘടനയും പേശിക്ഷമതയും വരുന്ന പേശികളുടെ വലിപ്പം അഥവാ ഹൈപ്പർട്രോഫിയും കൂടിയാണ് ബോഡി ബിൽഡിങ്ങിൻ്റെ പരിധിയിൽ വരുന്നത്. ഫിറ്റ്നസ്സിൽ ശ്രദ്ധിക്കുന്ന ഒരാൾ ജിമ്മിൽ മരിച്ചാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പോർട്സിലോ മറ്റോ കുഴഞ്ഞു വീണ് മരിച്ചാൽ, ഒരുപക്ഷെ അയാളുടെ ഹൃദയ സംബന്ധമായ എന്തെങ്കിലും അസുഖം കൊണ്ടാവാം അത് സംഭവിക്കുന്നത്. കാരണം മേൽപ്പറഞ്ഞതുപോലെ മിക്ക ആളുകളും വ്യായാമം തന്നെ തുടങ്ങുന്നത് എന്തെങ്കിലും ജീവിതശൈലി രോഗങ്ങളോ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ രോഗങ്ങളോ കാരണം ഡോക്ടർ ഉപദേശപ്രകാരമോ ഒക്കെ ആവും. അവർക്ക് ഈ അസുഖങ്ങൾ നിയന്ത്രിക്കാനുള്ള പ്രധാന മാർഗമാണ് വ്യായാമം. അതിനർത്ഥം അയാൾ രോഗി അല്ല എന്നല്ല. മാത്രമല്ല, വ്യായാമവുമായി ബന്ധപ്പെട്ട മരണത്തേക്കാൾ 100 ഇരട്ടി ആളുകൾ വ്യായാമം ഇല്ലാത്തത് കാരണം കുഴഞ്ഞു വീണ് മരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഹെൽത്ത് സയൻസ് വ്യായാമം ചെയ്യണം എന്ന് നിർബന്ധമാക്കിയിരിക്കുന്നതും ഡോക്ടർമാർ രോഗികളോട് വ്യായാമം ചെയ്യണമെന്ന് പറയുന്നതും. ലോകത്ത് അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടക്കുന്നതും ഇതിനെ ചുറ്റിപ്പറ്റിയാണ്. അതായത് തടി അനങ്ങാതെയുള്ള, മേലനങ്ങാതെയുള്ള സെഡൻറ്ററി ലൈഫ് ആണ് ലോകത്തെ ഏറ്റവും വലിയ റിസ്ക് ഫാക്ടർ എന്നും പല രീതിയിലുള്ള ജീവിതശൈലി രോഗങ്ങൾ അടക്കമുള്ള രോഗങ്ങൾ കാരണം എന്നും നിസ്സംശയം പറയാം. കഴിഞ്ഞ 3 മാസമായി നിങ്ങൾ ആഴ്ചയിൽ 3 ദിവസമെങ്കിലും 30 മിനിറ്റ് വെച്ച് ഒരു ആക്ടിവിറ്റി പോലും ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ സെഡൻറ്ററി ആണെന്ന് പറയാം. ഏറ്റവും ചുരുങ്ങിയത് 150 മിനിറ്റ് മിതമായ തീവ്രതയുള്ള ഒരു ആക്ടിവിറ്റിയെങ്കിലും ആഴ്ചയിൽ ഒരാൾ ചെയ്തിരിക്കണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൽ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനുള്ള കാർഡിയോ വ്യായാമങ്ങൾ ഉൾപ്പെട്ടിരിക്കുകയും വേണം. ശരീരത്തിൻ്റെ പേശികളെ സ്ട്രെങ്തൻ ചെയ്യുന്ന റെസിസ്റ്റൻസ് ട്രെയിനിങ് അഥവാ വെയിറ്റ് ട്രെയിനിങ്ങും ചെയ്യണം. മെയ്വഴക്കം കൂട്ടാനുള്ള സ്ട്രെച്ച് എക്സസൈസുകളും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫിറ്റ്നസ് സംരക്ഷിക്കുന്നത് നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കാനുള്ള ഒരു വഴി മാത്രമാണ്. അല്ലാതെ ഫിറ്റായ ഒരാൾ പൂർണ്ണ ആരോഗ്യവാനാണെന്നോ അയാൾക്ക് ഒരസുഖവും വരില്ല എന്നോ അർത്ഥമില്ല. രോഗങ്ങൾ നിയന്ത്രിക്കാനാണ് മരുന്നിനോടുകൂടി വ്യായാമം ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് പ്രമേഹമുള്ള ഒരാൾ വ്യായാമം ചെയ്യുന്നത് പ്രമേഹം മാറാനല്ല, മറിച്ച് അത് നിയന്ത്രണ വിധേയമാകാനാണ്. വ്യായാമം ഇൻസുലിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കും. മസിൽ മാസ് വർദ്ധിപ്പിക്കുന്നത് കാരണം ഊർജ്ജത്തിൻ്റെ ഉപഭോഗം കൂടും.
അന്നജം കൂടുതൽ കാര്യക്ഷമമായി വിനിയോഗിക്കപ്പെടും. അതിനർത്ഥം അയാൾക്ക് പ്രമേഹം മാറുമെന്നല്ല, രക്തസമ്മർദ്ദത്തിൻ്റെ കാര്യത്തിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. വ്യായാമം രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നുവെന്നത് പഠനങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടതാണ്. ആളുകൾ ചിലപ്പോൾ പാട്ട് പാടുമ്പോൾ കുഴഞ്ഞു വീണ് മരിക്കും, ഉറക്കത്തിൽ അറ്റാക്ക് വന്നിരിക്കും. അതുപോലെ തന്നെയാണ് സ്പോർട്സോ വ്യായാമമോ തുടങ്ങി എന്തെങ്കിലും ആക്ടിവിറ്റികളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ മരിക്കുന്നത്. നമുക്ക് ചെയ്യാവുന്നത് നമ്മുടെ കായികക്ഷമത പരമാവധി സംരക്ഷിക്കുക എന്നതാണ്. ഹൃദയ സംബന്ധമായ ടെസ്റ്റുകളും ചെക്കപ്പുകളും നടത്തുക. ആവശ്യമെങ്കിൽ ചികിത്സ തേടുക. ഒരു കായിക പ്രവർത്തനങ്ങളിലും ഏർപ്പെടാത്ത സെഡൻറ്ററി ലൈഫ് ആവാതെ നോക്കുക. ഹാവ് എ ഗുഡ് ഡേ.